ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇതിന്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുൺ, അതേപോലെ ഡിഒപ് ചെയ്തിരിക്കുന്നത് നിമിഷ് രവി, എഡിറ്റർ ചമൻ ചാക്കോ. ഇതിന്റെ BGM ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ്. ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് പടം കേട്ടോ. ഇതിന്റെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ, അതേപോലെ കൂടെ നസ്രീൻ കപൂർ ഉണ്ട്, ചന്തു സലീം കുമാർ ഉണ്ട്, അരുൺ കുര്യൻ ഉണ്ട്, അതേപോലെ വില്ലൻ ടച്ച് ആയിട്ട് സാൻഡി മാസ്റ്റർ എന്തിന്റെ മാസ്റ്ററാന്ന് തോന്നുന്നു, സാൻഡി മാസ്റ്റർ ഉണ്ട്, അതേപോലെ അരുൺ കുര്യൻ ഉണ്ട്, ചന്തു സലീം കുമാർ ഉണ്ട്. ഓക്കെ, ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ കുറെ ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ സാൻഡി മാസ്റ്റർ, പുള്ളി ഞാൻ ആദ്യമായിട്ടോ ഫിലിം കാണുന്നത്. പുള്ളി ഒരു നാൻസിയപ്പ, ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി കിടന്ന ചെയ്തിട്ടുണ്ട്. ഓവറോൾ പടം തീയാണ് മക്കളെ, തീ. ഞാൻ അടുത്ത കണ്ട പടത്തിൽ വെച്ചിട്ട് ഏറ്റവും കിടിലൻ പടം. ഇതിന്റെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കല്യാണി പ്രിയദർശന. ലേഡീസ് എന്താ പറയാ, നായിക പ്രാധാന്യമുള്ള പടം കേട്ടോ. കല്യാണി പ്രിയദർശൻ ഒന്നും പറയാനില്ല, അത്രയും കിടിലനായി ചെയ്തിട്ടുണ്ട്. അതേപോലെ കൂടെ നസ്രീൻ കപൂർ, ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ ഒക്കെയാണ് കൂടെ അഭിനയിച്ചിരിക്കുന്നത് മെയിൻ ഫ്രണ്ട്സ് ആയിട്ട്. പിന്നെ ഏറ്റവും കയ്യടി കൊടുത്തിട്ടുണ്ട് ഡൊമിനിക് അരുൺ, ചെങ്ങായിയാണ് ഇതിന്റെ ഡയറക്ഷൻ. ഇതിന്റെ അകത്ത് പുള്ളിന്റെ മേക്കിംഗ് മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. 30 കോടി ബജറ്റിൽ വേഫറൽ ഫിലിംസ് ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ചെയ്ത പടാട്ടോ. 30 കോടി നിർമ്മിച്ചിട്ട് ചെയ്ത പടാട്ടോ. ഒരു 300 കോടിന്റെ മതിപ്പുണ്ട്. ഒരുപാട് തമിഴ് പടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും, 200 കോടി 300 കോടി എന്നൊക്കെ പറഞ്ഞ ചവറ പടങ്ങൾ, കുറെ ഗ്രാഫിക്സ് ആടെ ഇവിടെ കുത്തിക്കയറ്റി. ഇതാവുന്നല്ല, ഇത് 30 കോടി ബജറ്റിൽ ഹോളിവുഡ് പടം, മലയാളത്തിന്റെ ഹോളിവുഡ് ടച്ചിലൊരു പടം എന്ന് പറയും. കാരണം അത്രയും കിടിലൻ പടം, മേക്കിംഗ് ഒന്നും രക്ഷയല്ല. പടം കാണാത്തവരുടെ വേഗം പോയി കണ്ടോളി. ഞാൻ 2 ദിവസം മുന്നേ കണ്ടത്. എന്താ പറയാ, കിണ്ണം കാച്ചിയ പടം, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പടം. കാരണം കാസ്റ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്. ഇതിനകത്തിന്റെ BGM, മോനെ ജെയ്ക്സ് ബിജോന്റെ BGM എന്ന് പറഞ്ഞാൽ പൊളി. എല്ലാം സിനിമാറ്റോഗ്രാഫി നിമിഷ് രവി ഒരു രക്ഷയില്ല. എഡിറ്റർ ആണെങ്കിൽ ചമൻ ചാക്കോ. എന്താ പറയുക, വേൾഡ് ക്ലാസ് പിള്ളേര്, വേൾഡ് ക്ലാസ് ടെക്നീഷ്യന്മാരെ യൂസ് ചെയ്തിട്ട് പടം കേട്ടോ. 30 കോടി ബജറ്റിൽ വെറുതെ അല്ല ദുൽഖർ നിർമ്മിച്ചത്. കാരണം 30 കോടി, ഇപ്പൊ 100 കോടി കഴിഞ്ഞ്. ഇതിനകത്ത് പിന്നെ എടുത്ത് പറയാനുള്ളത് ചന്തു സലീം കുമാറിനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം കൂടെ ഒരു നസ്രീന്റെ കൂടെ എപ്പോൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. പുള്ളി അടിപൊളിയായി ചെയ്യുന്നുണ്ട്. പുള്ളിന്റെ പെർഫോമൻസ് മഞ്ഞുമൽ ബോയ്സിനെക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് പുള്ളി ഇമ്പ്രൂവ് ആയി ചെയ്യുന്നുണ്ട്. നസ്രീൻ കപൂർ പിന്നെ ഓൾറെഡി അവന്റെ കോമിക് റോൾ, അവന്റെ എന്താ പറയുക സാധാരണ കോമഡി അല്ലേ, അത് തന്നെയാണ് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കല്യാണി പ്രിയദർശൻ ആണല്ലോ നായിക. ശരിക്കും മെയിൻ ക്യാരക്ടർ കല്യാണി പ്രിയദർശൻ ആണല്ലോ. ഓള് ഒരു രക്ഷയെല്ലാം ചെയ്തിട്ടുണ്ട്. കല്യാണി പ്രിയദർശന് മുമ്പ് ഞാൻ കണ്ട പടം ഏതായാലും, മുമ്പ് കണ്ട പടത്തിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് എന്താ പറയാ, ഫിസിക്കൊക്കെ നന്നായിട്ട് തന്നെ, ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരല്ലേ, അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ഇവളായിരിക്കും. ഇവള് പെർഫെക്റ്റ് ആയിട്ട് ഒരു പെണ്ണ് എന്താ പറയാ ഫൈറ്റ് ചെയ്യുന്ന നമുക്ക് തോന്നില്ല. അത്രയും നല്ല പെർഫെക്റ്റോട് കൂടി ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഇതിനകത്ത് ശരത് സഭ എന്നൊരു നടനുണ്ട്, ചങ്ങായി എളുപ്പം മലയാള ഫിലിമിലുണ്ട്. പുള്ളി കുറെ സീനുണ്ട്, വില്ലൻ ടച്ചാണ്. പുള്ളി ക്യാരക്ടർ പിടിച്ചിട്ടുണ്ടല്ലോ, സ്വാധീനം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമിയോ റോൾ തന്നെ, കുറെ ക്യാമിയോ റോള്. ചണ്ണിവൻ ഉണ്ട്, ടൊവിനോ തോമസ് ഉണ്ട്, അന്നാബൻ ഉണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർക്ക് കുറെ സസ്പെൻസാണ്, ഞാൻ പറയുന്നില്ല. പിന്നെ മെയിനായിട്ട് ക്യാമിയോ റോൾ അല്ലാത്ത നിശാന്ത് സാഗർ ഉണ്ട്, കൂടെ വിജയരാഘവൻ ഉണ്ട്, സീൻ വന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് പറഞ്ഞാൽ ഡയറക്ഷൻ, ഡൊമിനിക് അരുണിന്റെ ഡയറക്ഷൻ. പിന്നെ തിരക്കഥ ഏതൊരു പുതിയൊരു പെണ്ണാണ്, എന്താ ദിവ്യദർശിനി. എന്തായാലും അവള് നല്ല പണിയെടുക്കുന്നതാണ്. ചാപ്റ്റർ 1 ആയിട്ടുള്ളൂ കേട്ടോ. ഇനി 5 ചാപ്റ്റർ വരാണ്ട്, 4 വരാണ്ട്, മൊത്തം 5 ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അടുത്തേക്ക് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. കാരണം ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയിലട്ടാ. മൊത്തം ഈ ഒരു ഫിലിം 30 കോടി ബജറ്റ് ചെയ്തൊരു പടം, 300 കോടി നിങ്ങൾക്ക് തോന്നിക്കും. ബോളിവുഡിന്റെ എന്താ പറയുക, മലയാളത്തിന്റെ ഇൻഡസ്ട്രിയാണ് മാറുക. ഇതിപ്പോ തമിഴ്, തെലുങ്ക്, ഇന്ത്യയിലൊക്കെ വരാൻ പോവുക. ഓൾറെഡി വന്നു കഴിഞ്ഞു. 100 കോടി അടിച്ചു കഴിഞ്ഞാൽ പറയുന്നത്. അത്യാവശ്യം നമുക്ക് അറിയില്ല കേട്ടോ, 100 കോടി അടിച്ചു കഴിഞ്ഞാൽ തോന്നുന്നു. കാരണം എല്ലാവരുടെയും ഷോ ഫുള്ളാണ്. ഒരു നിമിഷം പോലും നിങ്ങൾക്ക് എന്താ പറയാ മടുപ്പ് വരില്ല. അത്രയും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലാണ്. കാരണം പിന്നെ വേറൊരു കാര്യം പറയാണെന്ന് വെച്ചാൽ, ഫിലിം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പേര് എഴുതി കാണിക്കുമ്പോൾ ഓടരുത്. 10 മിനിറ്റ് അവിടെ നിൽക്കുക, 5-10 മിനിറ്റ് നിൽക്കുക. സസ്പെൻസ് ആട്ടോ, അടിപൊളി സസ്പെൻസ് അവിടെ ഉണ്ട്. അവിടെ നിന്ന് ആരും ഓടരുത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ 35 മിനിറ്റ് ഉണ്ട് പടം. പക്ഷെ നമുക്ക് ഒരു തവണ പോലും നമുക്ക് ഇറങ്ങി ഓടാൻ അങ്ങനെ ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഉണ്ടല്ലോ, തീയാണ്, തീ പിന്നം വെച്ച് നമ്മൾ തീയായിട്ട് ഫയറായിട്ട് പോവുക. സെക്കൻഡ് ഹാഫ് നമ്മൾ തുടർന്ന് നമ്മൾ അറിയില്ല. ഇന്റർവെൽ ആയോ പെട്ടെന്ന് തോന്നിപ്പോ. അത്രയും പടത്തിൽ നമ്മൾ മുഴുകി പോകുന്ന ഒരു ഫിലിമാണ്. തീരെ മടുപ്പ് വരാത്തൊരു ഫിലിമാണ്. കാണാത്തവരുടെ പോയി കാണുക. എനിക്ക് അത്രയ്ക്ക് എന്താ പറയാ ഇഷ്ടപ്പെട്ട പടമാണ്. ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടിട്ട് ഏറ്റവും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ കിട്ടിയൊരു പടമാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ദുൽഖറിന്റെ
നിർമ്മാണത്തിലായതുകൊണ്ട് ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഇപ്പൊ 100 കോടി കഴിഞ്ഞെന്ന് പറയും. എത്ര കോടി ആവുന്നുള്ളത് മാത്രമേ ഇനി നമുക്ക് നോക്കാനുള്ളൂ. അത്രയും പല സ്ഥലങ്ങളിൽ ഹൗസ്ഫുള്ളാണ്. പെട്ടെന്ന് വിട്ടോളി തിയേറ്ററിലേക്ക്, നിങ്ങൾക്ക് പൈസ വസൂലാണ്, ഞാൻ തരുന്ന ഗ്യാരണ്ടി.